ഇന്നത്തെ മലയാള സിനിമയിൽ നമ്മുടെ ഹീറോസ് പണ്ടത്തെ പോലെ മെയിൽ ഷോവനിസ്റ്റായ സെക്സിസ്റ്റായ ഡയലോഗുകളൊന്നും ഇപ്പൊ അടിക്കുന്നത് അധികം കേൾക്കാറില്ല. ഒരു ടൈമിൽ ബോഡി ഷെയ്മിംഗ് ആയിട്ടുള്ള കോമഡികൾ ഒരുപാട് ഉണ്ടായിരുന്ന മലയാള സിനിമയിൽ ഇന്നാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ബോഡി ഷെയ്മിംഗ് കോമഡികളൊന്നും കാണാറില്ല. ഇനി അഥവാ കാണിച്ചാലും സോഷ്യൽ മീഡിയയിലടക്കം നല്ല പൊങ്കാലയും കിട്ടും. എന്നാൽ ഇന്നും ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ കാലത്തും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് സാധനമുണ്ട്, പിള്ളേർ വട്ടമിട്ട് അങ്ങ് പിടിക്കും. ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ വെയിൽ കിട്ടാത്ത ഒരു ടീംസ് ഉണ്ട്. ഈ സിനിമാക്കാർ കാരണവും അതുപോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ മണ്ടൻ ചിന്താഗതി കാരണവും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പാടുപെടുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഇൻട്രോവേർട്ട് അഥവാ അന്തർമുഖൻ. ഈ ഞാനും ഒരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് ആൾക്കാർ മോശമാണ് അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിരിക്കുക എന്നുള്ളത് എന്തോ ഒരു കുറവാണെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ നമ്മുടെ സിനിമകൾ ഒരു കാരണമാകുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ പ്രേമലു എന്നുള്ള സിനിമയിൽ മാത്യു തോമസിന്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ പ്രേമലു എന്നുള്ള സിനിമ എനിക്ക് സത്യമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. അതായത് അതിലെ കോമഡികളെല്ലാം എനിക്ക് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ എന്താണെന്നല്ല, ചിലപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഒന്നും വർക്കൗട്ട് ആയില്ല. ഒരു സോഡ ഗ്ലാസ് കണ്ണട വെച്ച് പെൺകുട്ടികളെ മൈൻഡ് ചെയ്യാത്ത, പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത ഒരു ബുദ്ധിജീവി സെറ്റപ്പ് ഉള്ള ടോട്ടലി വിയേർഡായ, ശരിക്കും ഒരു അന്യഗ്രഹജീവിയെ കാണിക്കണ പോലെ അല്ലെങ്കിൽ ഒരു ഏലിയനെ കാണിക്കണ പോലെയാണ് ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നത്. ശരിക്കും ഈ കോപ്രായം കാണുന്ന ഒരു ഇൻട്രോവേർട്ട് ആയാൾക്ക് എന്തായിരിക്കും ഫീൽ ആവുക? പണ്ട് കറുത്ത നിറമുള്ള ആൾക്കാരെ കളിയൊക്കെ കൊണ്ട് പല റേസിസ്റ്റ് കോമഡികൾ ഇറങ്ങാറുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ ആ നിറമുള്ള ആൾക്കാർക്ക് എന്ത് ഫീലാണ് ഉണ്ടാവുക? അതേ ഫീലാണ് ഈ കോമഡികളൊക്കെ കാണുമ്പോൾ ഇവർക്കും ഉണ്ടാവുക. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇങ്ങനെ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നുള്ള രണ്ട് ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അധികം സംസാരിക്കാത്ത ആൾക്കാരെ ഒന്നുകിൽ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ജാടയാണ്, അല്ലെങ്കിൽ ആൾക്ക് മോശ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തലായിരുന്നു പതിവ്. അതിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ശരിക്കും നമ്മുടെ സിനിമകൾ അതിന് പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ സിനിമകളിലെ നായകന്മാരെ, ഹീറോസിനെ പണ്ട് തൊട്ടേ കാണിക്കുന്നത് ഒരുപാട് സംസാരിച്ച് ആൾക്കാരെ കയ്യിലെടുക്കുന്ന, നായകന്മാരെ സംസാരിച്ച് വീഴ്ത്തുന്ന, കൗണ്ടർ തഗ് ഡയലോഗ് അടിക്കുന്ന, നാട്ടിലെല്ലാവരുടെയും കണ്ണിലുണ്ടിയും പ്രിയങ്കരനും നാട്ടിലെ പട്ടിയോടും പൂച്ചയോടും വരെ സംസാരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ്. അങ്ങനത്തെ ഒരു ഹീറോ കൺസെപ്റ്റ് ആണ് ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളത്. നായകന്റെ, ഹീറോയുടെ ഈ ഒരു എക്സ്ട്രോവേർട്ട് ക്യാരക്ടറിൽ സോക്കോൾഡ് സ്മാർട്ട്നെസ്സിൽ വീണുപോയി പിന്നാലെ നടക്കുന്ന നായകന്മാരെ കാണിക്കുന്ന ഒരുപാട് ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിൽ അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള നായകൻ അത്രയ്ക്കും റെയറാണ്. പിന്നെ കണ്ടിട്ടുള്ളത് മമ്മൂട്ടിന്റെയും അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ ഒക്കെ ചില സിനിമകളിലാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ക്യാരക്ടറാണ് നല്ല സ്വഭാവം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ പണ്ട് തൊട്ട് തന്നെ ഉണ്ട്. മിക്കവാറും എല്ലാവർക്കും അങ്ങനത്തെ ആൾക്കാരോടാണ് ഇഷ്ടവും. ഈവൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അധികം സംസാരിക്കാത്ത ഇൻട്രോവേർട്ടിനേക്കാളും കൂടുതൽ സംസാരിക്കുന്ന എക്സ്ട്രോവേർട്ടിനോട് തന്നെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച ഈ ഒരു തെറ്റായ കൺസെപ്റ്റ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇൻട്രോവേർട്ടായ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അവരുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. ആൾക്കാർക്ക് തങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടമല്ല, തങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായതുകൊണ്ട് പല ഇൻട്രോവേർട്ടായ ആൾക്കാരുടെയും കോൺഫിഡൻസ് ലെവൽ വളരെ കുറവാണ്. പല ആൾക്കാർക്കും സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവാം. അതുപോലെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ കേൾക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ക്യാരക്ടർ മോശമാണെന്ന് സ്വയം വിശ്വസിച്ച് അവർക്ക് അവരോടുള്ള ഇഷ്ടം, അവരോടുള്ള സെൽഫ് ലവും സെൽഫ് എസ്റ്റീം എല്ലാം കുറയാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഇൻട്രോവേർട്ടായ പല ആൾക്കാരെയും ലൈഫിൽ പരാജയപ്പെടുത്താൻ ചിലപ്പോൾ കാരണമാകും. അതുകൊണ്ട് ഇൻട്രോവേർട്ട് ആരാണ്, എക്സ്ട്രോവേർട്ട് ആരാണെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറേയൊക്കെ അറിയെങ്കിലും അതെല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ എനർജി നഷ്ടപ്പെടുന്ന, ഒറ്റയ്ക്ക് ഇരിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ തന്റെ ക്ലോസ് സർക്കിളിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന, വലിയ ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്ത, തങ്ങൾക്ക് കംഫോർട്ടബിൾ അല്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത, എന്നാൽ തനിക്ക് കംഫോർട്ടബിൾ ആയ തന്റെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരോട് ഒരു എക്സ്ട്രോവേർട്ടിനെ പോലെ തന്നെ പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുന്ന സ്ഥലത്തെത്തുമ്പോൾ എനർജി കിട്ടുന്ന, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പ്രാന്ത് പിടിക്കുന്ന, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, എപ്പോഴും വലിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുന്ന ആൾക്കാരാണ്. ഈ രണ്ട് കൂട്ടരും നമ്മുടെ സമൂഹത്തിൽ എണ്ണത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ബാക്കിയുള്ള ആൾക്കാരിൽ ഈ രണ്ട് ക്യാരക്ടറും ഏറിയും കുറഞ്ഞായിട്ടുണ്ടാവും. അവരെ നമ്മൾ ആംബിവേർട്ട് എന്നാണ് വിളിക്കുക. അവരാണ് മെജോറിറ്റി നമ്മുടെ സമൂഹത്തിലുള്ളത്. ഒരാൾ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത ആളായതുകൊണ്ട് ആളുടെ സ്വഭാവം മോശമാകുന്നില്ല, അല്ലെങ്കിൽ ആള് കഴിവ് കുറഞ്ഞ ആളാകുന്നില്ല. അതേപോലെ തന്നെ ഒരാൾ ഒരുപാട് സംസാരിക്കുന്ന ആളായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ട് പേഴ്സൺ ആയതുകൊണ്ട് മാത്രം ആള് നല്ല സ്വഭാവമുള്ള ആളാകുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ കഴിവ് കൂടുതലുള്ള ആളാകുന്നില്ല. അത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്. ഒരാൾ നല്ല സ്വഭാവമുള്ള ആളാകുന്നത് അയാൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ്. അതായത് മറ്റുള്ളവരുടെ വേദനയും സങ്കടവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ്. അതായത് അയാൾക്ക് എമ്പതി എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടാകുമ്പോഴാണ്. ഇനി ഒരാളുടെ കഴിവ് വിലയിരുത്താനാണെങ്കിലും അതും ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ ഇന്ന് കാണുന്ന മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അതിന് ഏത് ഫീൽഡിലായാലും, അതിന് ബിസിനസ്സിലായാലും സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളായാലും
പൊളിറ്റിക്സിലായാലും എന്തിന് സിനിമ ഫീൽഡിലായാൽ പോലും ഒരുപാട് ആൾക്കാർ ഇൻട്രോവേർട്ടുകളാണ്. ഇൻട്രോവേർട്ടുകൾക്ക് ഫ്രണ്ട്സ് കുറവായതുകൊണ്ട്, അതായത് ഫ്രണ്ട്സുകളുടെ കൂടെ സമയം ചെലവഴിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് അവർക്ക് ഹാർഡ് വർക്ക് എടുക്കാനും അതുപോലെ പ്ലാൻ ചെയ്ത് ചെയ്യാനും ഒക്കെ ഇഷ്ടംപോലെ സമയം അവർക്ക് കിട്ടും. അവരുടെ ഫീൽഡിൽ ജയിക്കാനുള്ള ചാൻസ് ശരിക്കും ഇൻട്രോവേർട്ടുകൾക്കാണ് കൂടുതൽ. പക്ഷെ ഇൻട്രോവേർട്ടായ ആൾക്കാർ ഈ സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളൊന്നും കേൾക്കാതെ അവരുടെ മണ്ടത്തരങ്ങളൊന്നും വിശ്വസിക്കാതെ സ്വയം വിശ്വസിക്കണം, സ്വന്തം കഴിവുകൾ മനസ്സിലാക്കണം എന്ന് മാത്രം. സ്വയം വിശ്വസിച്ച് അവരുടെ ക്യാരക്ടർ വെച്ച് തിളങ്ങാൻ പറ്റിയ അവരവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണം എന്ന് മാത്രം. ഇനി ആൾക്കാർക്ക് അധികം സംസാരിക്കാത്ത നമ്മളെ ഇഷ്ടാകോ ഇല്ലേ എന്നുള്ളത്, ആൾക്കാർ തങ്ങളെ ഇഷ്ടപ്പെടില്ലെന്ന് പേടിച്ച് ആൾക്കാരെ ബോധിപ്പിക്കാൻ തങ്ങളുടെ ക്യാരക്ടർ വരെ മാറ്റാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ ഇൻട്രോവേർട്ട് ക്യാരക്ടർ മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളത് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഈ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ കൊണ്ട് ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം ആകരുത്. ഇഷ്ടമായാൽ നല്ലത്, നല്ല കാര്യം. ഇഷ്ടമല്ലെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ വരെ. അവർ ചിലപ്പോൾ നിങ്ങളെ അഹങ്കാരി എന്ന് വിളിക്കും, ജാടാന്ന് വിളിക്കും. യു ഡോണ്ട് നീഡ് ടു കെയർ, യു ജസ്റ്റ് ഹാവ് ടു ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ആകെ കെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ക്ലോസ് സർക്കിളുള്ള ആൾക്കാരെയാണ്. സ്ത്രീകൾ സമൂഹത്തിൽ നിന്നും നേരിടുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലെ പലതരത്തിലുള്ള ബോഡി ഷേമിംഗ് അനുഭവിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ ഒരുപാട് മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളമുള്ള ഇൻട്രോവേർട്സ് നമ്മുടെ സമൂഹത്തിൽ നിന്നും നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിന്റെ ഈ ഒരു മണ്ടൻ ചിന്താഗതിയെ ബേസ് ചെയ്ത് ഒരു മലയാള സിനിമ പോലും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവരെ കളിയാക്കിക്കൊണ്ടുള്ള ഇഷ്ടംപോലെ സിനിമകൾ, ഇഷ്ടംപോലെ മലയാള സിനിമകൾ ഇന്നും ഉണ്ടാകുന്നുണ്ട്. അതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അത്രയ്ക്ക് നോക്കി സിനിമ എടുക്കുന്ന ഇക്കാലത്തും. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണോ? സമൂഹത്തിൽ നിന്നും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യുക. നിങ്ങളൊരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സായ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.